ഒരാളും മിണ്ടില്ലല്ലോ. ഇപ്പോൾ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-70 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് 4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചു തരുമോ നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ, ഇതൊക്കെ ഷോപ്പിംഗാണ്. ഇതിൽ കുറേ നെക്സസ് ഈ പറഞ്ഞതുപോലെ. അപ്പോഴും അവിടെ രക്തസാക്ഷി ആരാ? PV Anwar. ഇപ്പം ഈ സാധാരണ ഈ സഖാക്കൾക്കും വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാണ്? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തിൽ എല്ലാ കേസുകളും BJP പ്രവർത്തകർ പ്രതികളായിട്ട് എല്ലാ കേസും പുറത്തു വിട്ടിരിക്കുന്നു. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എന്നെ എൻ്റെ ടീമിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം ഇതാ പറയുന്നത്. ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവർ തീരുമാനിക്കട്ടെ എന്ന്. അല്ല പൊന്ന സുഹൃത്ത്, അതിപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിനി അവിടെ ഇന്നൊരു 3 മണിക്കൂർ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ തന്നെ തൊണ്ട വയ്യ. എനിക്കത് ആയി വരുന്നുള്ളൂ. അല്ല, മകന് എന്താ വെച്ചാൽ ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മാർഗം അറിയാലോ. ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തിട്ട് നമുക്കാരും ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ. ഇതാണ് പോരാട്ടം. അപ്പോൾ അതിന് വിട്ടാ അവൻ അതിൻ്റെ പണി കഴിഞ്ഞാൽ അവൻ പോണേലിപ്പോൾ പോകും. താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലേ അവിടെ? അല്ല, അവരിപ്പം ഈ പറയുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ക്രോണിക്കിളൊക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരുടെ ഇൻ്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിൻ്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത 2 ആൾക്കാർക്കാണ്. അതാരാ? ആരാന്ന്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിൽ പ്രതിയല്ലേ, ഗോവിന്ദ മാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത 2 ആള്. അപ്പോഴേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ഭരണത്തിനൊക്കെ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന വിഷയമാണ് ഈ വന്യമൃഗ ശല്യ പ്രശ്നം. കാരണം പലപ്പോഴും നമ്മുടെ അതിർത്തി 5-6 ജില്ലകൾ തമിഴ്നാടിന്റെ ബോർഡറാണ്. അപ്പോൾ അവിടെ ഈ തമിഴ്നാടിന്റെ എന്തെങ്കിലും ഇടപെടൽ, പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ കേരളത്തിലേക്ക് ആളുകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും അവരുടെ ശക്തമായ സഹായം ഉണ്ടാവും. കാരണം ഈ 2 സ്റ്റേറ്റും കൂടി വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പം ഈ പറയുന്ന ഈ ബൗണ്ടറിയിൽ തമിഴ്നാടിൻ്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റേറ്റിലെ ഈ വിഷയങ്ങൾ 2 സ്റ്റേറ്റുകൾ തമ്മിൽ കൃത്യമായ കോർഡിനേഷൻ ഉണ്ടായാൽ ആ വിഷയത്തിൻ്റെ ഒരു 90-95% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് അങ്ങനത്തെ ഒരു കോർഡിനേഷനും ഇല്ല. എന്താ നമ്മളെ വനംവകുപ്പ് മന്ത്രിയുടെ സ്ഥിതി എന്നൊക്കെ അറിയാലോ. ആ സാധുവിന് വയസ്സായി, അദ്ദേഹത്തിന് എന്താ പറയുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, KS സുധാകരൻ ഫോറസ്റ്റ് മന്ത്രിയാകുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇതിലേറെ ആരോഗ്യവും ഇതിലേറെ ശേഷിയും ഇതിലേറെ ശക്തിയും ഉണ്ടായിരുന്ന സുധാകരൻ ഉള്ള കാലത്ത് എന്നോട് പറഞ്ഞ, എൻ്റെ അൻവറെ ആന കെട്ടി വലിച്ചാൽ ഈ വകുപ്പ് അനങ്ങൂല കേട്ടോ. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 20 വർഷം മുമ്പ് പറഞ്ഞതാ. അപ്പം അങ്ങനെ ഒരു വകുപ്പിൽ ഇങ്ങനെ ഒരു മന്ത്രി കൂടി ഉണ്ടായാൽ എന്താ സ്ഥിതി? അയാൾക്ക് സാധിക്കില്ല. ഞാൻ പാർട്ടിയോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടില്ല, ഈ വകുപ്പ് പാർട്ടി ഏറ്റെടുക്കണം, അത് നല്ല ശേഷിയുള്ളവർക്ക് കൊടുക്കണം. ഇത് ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതല്ല. ഈ പറയുന്ന 10, 80, 90 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ഏറ്റെടുക്കണം, മറ്റ് വകുപ്പുകൾ കൊടുക്കണം, ഇത് കൈകാര്യം ചെയ്യണം. ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടിയൂരുന്നതല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതൊന്നുമല്ല, ഇതിനു മുമ്പ് അദാലത്ത് വെച്ചിരുന്നല്ലോ ഈ മലയോര മേഖലയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. അന്ന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ഈ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ആ അദാലത്തിൽ പങ്കെടുത്ത കരുടായിൽ. അന്ന് ഇതിലേറെ രൂക്ഷമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുന്നില്ല.
പക്ഷെ താങ്കൾ ഈ നിരന്തരം ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന് പറയാം. ഗോവിന്ദ മാഷ് അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശശിക്കെതിരായ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പുസ്തകമാക്കാനുള്ള അത്രയും പരാതി ഉണ്ട് എന്നാണ്. പക്ഷെ ഇതിന് മുൻപ് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിപ്പോഴല്ലേ പറഞ്ഞത്. ഞാൻ പുസ്തകമാക്കാനുള്ള പരാതിൻ്റെ മാസങ്ങളായി, കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇതിൻ്റെ ഇടയിൽ മറുപടി പറഞ്ഞ് എനിക്കിനിപ്പോൾ AKG സെൻറ്ററിൽ പോയിട്ട് ആ പെട്ടി തുറന്നിട്ട് ഇത് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിൽ വസ്തുത ഉണ്ടെങ്കിൽ എന്ന് പറയണം. ഞാൻ ആദ്യം പറഞ്ഞ അന്ന് പറയണം. ഞാനത് പറയാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. ഇന്നലെ മിനിയാന്നോ മാഷ് പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇത് മൂടി വെക്കാൻ സാധിക്കുമോ?